പരിഹാരം എന്തെന്നറിയാത്ത ആശങ്കയിലാണ് ഹോട്ടൽ ഉടമകളും ജീവനക്കാരും. കഴിഞ്ഞ ദിവസത്തോടെ പലയിടങ്ങളിലും പാചകവും വിറകടുപ്പുകളിലേക്കൊക്കെ ആൾക്കാർ മാറ്റിയിട്ടുണ്ട്. പാചകവാതക സിലിണ്ടർ ലഭിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് പലരും ഉള്ളത്. ഇപ്പോൾ നല്ല തിരക്കുള്ള സമയമായിരുന്നു. കൂടൊക്കെ വെക്കുവാണെങ്കിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ കൈ കിടക്കും. അതേ രീതിക്ക് ആൾ വന്നുകൊണ്ടിരുന്നു വെച്ചാൽ ഇന്നലെ ഇന്നൊക്കെ ആളില്ലാത്തൊരവസ്ഥയായിരുന്നു. ഭക്ഷണം എടുത്ത് കളയേണ്ടി വന്നു. പുതിയ സംരംഭവുമായി സുനിത മുന്നിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല. വന്നു കയറുന്നവരുടെ വയറിനൊപ്പം മനസ്സും നിറച്ച് പറഞ്ഞയക്കണമെന്നുറപ്പിച്ചാണ് കൊല്ലം ശങ്കരമംഗലത്ത് ഭക്ഷണശാല തുടങ്ങിയത്. ഇന്ന് ഹോട്ടൽ ഉടമയുടെ മനസ്സിൽ ആശങ്കയുടെ കനലെരിയുകയാണ്. കാപ്പി പരിപാടി ഒന്നും തന്നെ ഇനി നടത്താൻ പറ്റത്തില്ല. ഉച്ചയ്ക്കുള്ള ഊണോ ബിരിയാണി അടുപ്പിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വിറകടുപ്പിലേക്ക് നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരുന്ന ഹോട്ടലാണ്. അവിടേക്ക് നിശ്ചിത ആളുകൾക്ക് മാത്രം ഭക്ഷണം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഇനിയിപ്പോ ചോറും എന്താണ് ബിരിയാണി മാത്രമാണ്? എങ്ങനെയാണ്? ചോറും ബിരിയാണിയും അതും പണ്ട് കൊടുത്തത്രയും ആളുകൾ കൊടുക്കാൻ ഇല്ല. എങ്ങനെയാണ്? എത്ര പേർക്ക് നമ്മള് ഇപ്പം നേരത്തെ കൊടുത്തതിന് പകുതി പോലും ആൾക്കാർ ഇപ്പോൾ എല്ലാവരും തന്നെ കട പൂട്ടിയെന്നുള്ളൊരു ഭാവത്തിൽ തന്നെ പലരും തന്നെ വരുന്നില്ല. ഇന്നലെ വെച്ചിട്ട് ചോറെല്ലാം വേസ്റ്റ് കൂടെ കളയുകയോ ചെയ്തത്. മുൻപ് തിരക്കൊഴിയാതെ അടുക്കളയിൽ ജോലി ചെയ്തിരുന്നയാൾക്ക് ഇന്നൊന്നും ചെയ്യാനില്ല. നാളെ തൊഴിൽ ചെയ്യാൻ കഴിയുമോ എന്ന ഭയവും ഉള്ളിലുണ്ട്. ഞങ്ങളൊരു 7 പേരുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ 2 പേരേ ഉള്ളൂ. ഞങ്ങൾ പണിയില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു മാസമുള്ള പലരെങ്കിലും പരീക്ഷയ്ക്ക് ഒരിടത്ത് ഉണ്ടാക്കിയതാണ്. അടച്ചു തന്ന ഒരു അവസ്ഥയിലാണ് ഇതിപ്പം മുമ്പോട്ട് പോകുന്നത്. എന്ത് ചെയ്യണമെന്നറിയാൻ മേലെ നിൽക്കുകയാണ്. പാചകവാതക സിലിണ്ടർ ലഭ്യമാകാതെ പ്രതിസന്ധിയിൽ തുടരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയില്ല. കൊല്ലം ജില്ലയിലെ പല ഭക്ഷണശാലകളിലും ഇതിനോടകം പൂട്ടുകൾ വീണ് കഴിഞ്ഞു. എന്തായാലും വലിയ സങ്കടത്തിലൂടെ കടന്നു പോകുന്നു. സമാന്തരമായി പിടിച്ചു നിൽക്കാനുള്ള വഴികൾ തേടുകയാണ്. ഈ പ്രതിസന്ധി അതിനുടൻ പരിഹാരമാകുന്ന പ്രതീക്ഷയിലുമാണ് ഇവരുള്ളത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.